നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മണലൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ മഞ്ചാടി MLA റോഡിന്റെ വടക്കുഭാഗത്തേക്കുള്ള റോഡിലും പരിസരത്തുള്ള രൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു യാനിയുടെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി ബിജു വാലിപ്പറമ്പിൽ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ ചിറയത്ത്, BJP പഞ്ചായത്ത് കമ്മിറ്റി അംഗം മുരളി കണ്ടങ്ങത്ത്, വിശ്വനാഥൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സമീപവാസികളുമായി പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തി. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ മലിനജലം കലരുന്നതിനാൽ പ്രശ്നത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന് BJP പ്രവർത്തകർ അധികൃതരോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാനായിട്ട് ഇന്ന് വരെ പഞ്ചായത്ത് തലത്തിലുള്ള ഭരണസമിതിക്കോ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിക്കോ സാധിച്ചിട്ടില്ല. ഈ നാട്ടിലെ ആളുകൾ ഈ വെള്ളം കുറേ കൂടെ മഴയൊക്കെ പെയ്ത് ഉയർന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ കിണറുകളിലേക്ക് മലിനജലം, അതുപോലെ കിണറിൽ ഈക്കോളി ബാക്ടീരിയ അടക്കം ഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയും, അതുപോലെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക്, പൂത്താടി തുടങ്ങിയ പെറ്റ് പെരുകി ഈ മറ്റ് സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പടർന്ന് വളരെ രൂക്ഷമായ രീതിയിൽ ഈ നാടിൻ്റെ പ്രതിച്ഛായ ബാധിക്കുന്ന തരത്തിൽ ഇതൊരു സാംക്രമിക രോഗബാധിത കോളനിയായിട്ട് അധപ്പതിക്കാവുന്ന തരത്തിലാണ് കഴിഞ്ഞ ഒരു 10-20 വർഷത്തോളമായിട്ട് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഈ വെള്ളക്കെട്ടിൽ നിന്നും ഏതാണ്ട് മെയിൻ റോഡിൻ്റെ ഒരു ജംഗ്ഷൻ പിറ്റിലേക്ക് ഒരു ചെറിയൊരു പൈപ്പ്, അത് കേവലം ഒരു 4-5 പൈപ്പാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പൈപ്പിൽ മാലിന്യങ്ങൾ അടഞ്ഞ് വെള്ളം പോകാത്തതാണ് ഇവിടുത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം. KSKTU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന PK കുഞ്ഞച്ചന്റെ ചരമദിനം ആചരിച്ചു. വാടാനപ്പള്ളിയിൽ നടന്ന പരിപാടി KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം K വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചന രാജു അധ്യക്ഷയായി. VG വിനോദൻ, KK അനിൽകുമാർ, KC സുധ, സീന ഹരിദാസ് എന്നിവർ സംസാരിച്ചു. തണൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സൗമ്യമുഖമായ മധു ശക്തിധരനെ ആദരിച്ചു. തണൽ സാംസ്കാരിക വേദി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും തണൽ സാംസ്കാരിക വേദിയുടെ ചെയർമാനുമായ ശോഭ സുബിൻ മധു ശക്തിധരനെ ആദരിച്ചു. നമ്മളുടെയൊക്കെ ഈ മേഖലയിൽ, പ്രത്യേകിച്ചും കഴിമ്പ്രം ഉൾപ്പെടുന്ന ഈ മേഖലയിലും തൃശ്ശൂർ ജില്ലയിലുമൊക്കെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന, എന്നാൽ അത് നേതൃത്വം നൽകുമ്പോൾ തന്നെ ഒരാളോട് പോലും പറയാതെ ഒട്ടനവധി സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട മധു ശക്തിധരൻ പണിക്കർ. നമ്മളൊക്കെ ഈ നാടിനെ അഭിമാനമായിട്ട് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. PS സന്തോഷ്, യദു കൃഷ്ണൻ അന്തിക്കാട്, സുമേഷ് പാനാട്ടിൽ, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, ജിതേഷ് സോമൻ, ഡേവിസ് കോതകുളം, സുജിൻ കരിപ്പായി, സജിത്രൻ തയ്യിൽ, ഷാ കോതകുളം, വത്സൻ വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മധു ശക്തിധരൻ മറുപടി പ്രസംഗം നടത്തി. തൃപ്രയാർ ബീച്ച് കല്ലയിൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ മുഖ്യ കാർമ്മികനായി. മേൽശാന്തി സന്തോഷ് പണിക്കശ്ശേരി, കീഴ്ശാന്തിമാരായ സനു, KG വിഷ്ണു എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് KR കലേഷ്, സെക്രട്ടറി സീന കലേഷ്, ട്രഷറർ KV ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി. വാണിജ്യം. പെരുങ്ങോട്ടുകര സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ 1403 സ്വർണ്ണ പണയ വായ്പ ആരംഭിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധി പ്രവർത്തന മേഖലയായിട്ടുള്ള ഈ സംഘത്തിൽ നിന്നും സാധാരണ വായ്പ, ബിസിനസ് വായ്പ, വസ്തുപണയ വായ്പ എന്നിവ നൽകി വരുന്നു. GDCസിന് പുറമെയാണ് ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പ ആരംഭിച്ചിരിക്കുന്നത്. 11 വർഷമായി പെരുങ്ങോട്ടുകര സോമശേഖര നഗറിലാണ് സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നത്. സ്വർണ്ണ പണയ വായ്പയുടെ ഉദ്ഘാടനം ആവണങ്ങാട്ടിൽ കളരി AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു.
ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ 11 വർഷമായിട്ട് നടക്കുന്നു. ഇത്രയും ഗംഭീരമായിട്ട് സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ താഴ്ന്നു നിൽക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു വളരെ ഗംഭീരമായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ സ്വർണ്ണപ്പണയ വായ്പ കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ബാങ്കിങ് സംവിധാനത്തിലേക്ക് കടന്ന് വരികയാണ്. അപ്പോൾ ഇതുവരെയുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ നന്നായി പോയി എന്ന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറി ഇനിയും വളർച്ചയുടെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഇത് ഈ കോപ്പറേറ്റീവ് സെക്ടർ തന്നെ വരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്നാണ് ഇത്തരത്തിലൊരു ചിന്ത വരുന്നതും സാധാരണ ജനങ്ങൾക്കായിട്ട് അവരുടെ ഇടപാടുകൾക്കും വലിയ വലിയ പരിധികൾ വെച്ചുകൊണ്ടുള്ള ഇടപാടുകൾ നടത്താതെ ഒരു സാമാന്യം കുറച്ച്. കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അജയൻ പൊറ്റേക്കാട്ട് അധ്യക്ഷനായി. ലഘുവായ രീതിയിലുള്ള ജാമ്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സാധാരണ വായ്പ കൊടുക്കാവുന്ന സ്ഥിതിവിശേഷം. അതുപോലെ തന്നെ നമ്മളും പ്രദേശത്തെ നമ്മളുമായി സഹകരിച്ചു പോകുന്ന ബിസിനസ് രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു അത്യാവശ്യം വന്നാൽ അവർക്കും ഒരു ബിസിനസ് വായ്പ കൊടുക്കുന്ന സാഹചര്യം. അതിലുപരി വസ്തുപണയ വായ്പ സാധാരണ ആളുകൾക്ക് അല്പം കൂടി പൈസയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഭൂമി പണയപ്പെടുത്തിക്കൊണ്ട് അത് കൊടുക്കാവുന്ന സാഹചര്യം അത് നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് NR രാമൻ, ഡയറക്ടർമാരായ ആന്റോ തൊറിയൻ, K വിജയലക്ഷ്മി, സിദ്ദിഖ് കൊളത്തേക്കാട്ട്, KN വേണുഗോപാൽ, സെക്രട്ടറി രഞ്ജന K രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഒരു കൂടി മുന്നിലേക്ക് കുതിച്ചു ചാടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് അനുവദിച്ചു കിട്ടിയ പണ്ടം പണയം വായ്പയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതുവരെ നിങ്ങളെല്ലാവരും എല്ലാ സഹകാരി സുഹൃത്തുക്കളും നമ്മളോട് നല്ല വിധത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ആദ്യമായിട്ട് പറയുന്നു. വി മാധവൻ നായർ, സജീദ് അച്ചപ്പുള്ളി, EH റഷീദ്, EB മഹേഷ്, ബിന്ദു ശരവണൻ, റോസി വർഗീസ്, ശ്രീഭ രതീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വർണം ഗ്രാമിന് 5000 രൂപ വരെ ഇവിടെ നൽകുന്നുണ്ട്. 3 മാസത്തേക്ക് 9%, 6 മാസത്തേക്ക് 9.50% എന്നിങ്ങനെയാണ് പലിശ നിരക്ക്. പണയം നിൽക്കുന്ന ദിവസത്തിന് മാത്രമേ പലിശ ഈടാക്കുന്നുള്ളൂ. നമ്മൾ ഒരു കുറി വിളിച്ചാൽ പണ്ട് അതിനുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ സ്വർണം പണയം നമുക്കിവിടെ സ്വീകരിച്ച് അല്ലെങ്കിൽ ആ സ്വർണം വെച്ച് ആ ഈട് സ്വീകരിച്ച് കൊടുക്കാവുന്ന സംവിധാനമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ താനൂർ പഞ്ചായത്തിൽ 2-3 സംഘങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേ കാറ്റഗറിയിലുണ്ടെങ്കിലും സാമൂഹിക ക്ഷേമ സഹകരണ സംഘം എന്ന നിലയിൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കുറച്ചിട്ട് മറ്റുള്ളവരെക്കാളും വിട്ട് സമീപത്തുള്ള സംഘങ്ങളെക്കാളും വിട്ട് 0.5% കുറച്ചിട്ടാണ് നമ്മൾ പണ്ടം പണയത്തിനോട് മേടിക്കുന്നത് എന്ന് അറിയിക്കുകയാണ്. ബാങ്കിനോട് സഹായിയോട് പറയാനുള്ളത്, ബാങ്കുമായി കൂടുതൽ സഹകരിച്ച് ഈ ബാങ്കിനെ സഹായിക്കുന്നതോടൊപ്പം നിങ്ങൾക്കും ഒരു വലിയ സഹായം അതിലുണ്ടാവും എന്നുള്ള ഉറപ്പ് നമ്മുടെ പ്രസിഡന്റ് ഇവിടെ സംസാരിച്ചു. അതിലെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഏവർക്കും ആശംസകൾ നേർന്നു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.